ഹേ ഗൈസ് വെൽക്കം ബാക്ക് റോങ്ങർ ഹിയർ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചെങ്കിൽ നമ്മൾ ഓഫ് റോഡ് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എവിടെ ഓഫ് റോഡ് ചെയ്യാൻ വന്നു വെച്ചെങ്കിൽ നമ്മുടെ CPMലുള്ള വേറെ നോർമലി മാപ്സും കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ സ്പോയിഡി മച്ചാൻ്റെ ഒരു മാപ്പ് ആൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ രണ്ട് മച്ചാന്മാരുണ്ട് കൂടെ. അപ്പോൾ ബാക്കിയുള്ള മാപ്പും കാര്യങ്ങളൊക്കെ നവീൻ വൈറ്റി അങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വൈപ്പർ റോപ്പ് കോറി എക്സ്ട്രൻസ് ആരും അങ്ങനെ ഇട്ടിട്ടില്ല. എൻട്രൻസിൻ്റെ പുതിയ ഒരു മാപ്പ് വന്നിട്ടുണ്ട്, ആൾ ചെയ്തതാണ്. അപ്പോൾ ആളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നൈസ് മാപ്പാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്തായാലും ഞാനൊന്ന് ഒരു ഔട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് സീനാണ്. ബാക്കിയെല്ലാ മാപ്പൊക്കെ ഫുള്ള് പാറയും കൂടെയുള്ള ഇതൊക്കെ ആണെങ്കിൽ ഇതൊരു ഹില്ലിലോട്ട് പോകാനുള്ളതാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും നമ്മുടെ കോറിയിലൊരു അടിപൊളി സാധനം ആൾ പണിത് വെച്ചിട്ടുണ്ട് നമ്മുടെ മച്ചാൻ്റെ മാപ്പ്. എന്താ വെച്ചെങ്കിൽ ഇത് ഓസ്ലാസ് ഗെയിംസ് കണ്ടിട്ട് നമ്മുടെ ഈ CPM ഒരു ഇൻഡസ്ട്രിയിൽ വരികയാണെങ്കിൽ ദ ബെസ്റ്റ് മാപ്പ് നമുക്ക് എന്തായാലും പറയാൻ പറ്റും. അമ്മാതിരി സാധനമാണ് ആൾ പണിത് വെച്ചിരിക്കുന്നത്. കാരണം ഇതെല്ലാവരും അറിയണം, അങ്ങനെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. മൂപ്പരാളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓസ്ലാസിൻ്റെ ഇതിൽ. അപ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയറി നോക്കാം. വൈപ്പർ റോക്ക് കോറി എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. നമ്മുടെ മച്ചാന്മാർ പിന്നിലുണ്ട്. ഓക്കെ, നമ്മളിവിടെ നിർത്തി. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഒരു ഔട്ട് കാണിച്ചു തരാം. ഈ ഒരു റോക്കിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ കയറി പോവേണ്ടത്. ആ സൈഡിലൊരു മരമൊക്കെ കണ്ടോ? അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ കയറിപ്പോകണം. മാപ്പിൽ കാണുമ്പോൾ സിമ്പിളാണ്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ടെസ്റ്റ് അടിക്കാൻ നമ്മുടെ ഒരു മച്ചാൻ കയറിയിട്ടുണ്ടായിരുന്നു. മച്ചാൻ മുകളിലോട്ട് വീണു, അല്ല താഴോട്ട് വീണു വെള്ളത്തിലോട്ട്. നമുക്ക് എന്തായാലും കയറി നോക്കാം. സീനാണ് വണ്ടി, കുറച്ച് കയറാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു മരം ഉണ്ട്, നമുക്ക് ആ മരത്തമ്മക്കൂടെ കയറി നോക്കാം. ഓക്കെ ഓക്കെ. ഓ, മരത്തമ്മന്ന് സ്ലിപ്പായിട്ട് കുഴിക്ക് വീണു. സീനായി ഗൈസ്. ഇനിയിപ്പോൾ നമ്മുടെ ഒരു മച്ചാൻ ബാക്കിലുണ്ട്, ആളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ട്. നമ്മളെ ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഒന്ന് കയറി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ പിന്നെ റീസ്പോണ്ട് അടിക്കാൻ റിസ്ക് ആണ്. ഓക്കെ ഓക്കെ, ഇതാ മെല്ലെ മെല്ലെ കയറുന്നുണ്ട്. വിഞ്ചിട്ട് വലിക്കാം നമുക്ക്. ഓക്കെ, ഇതാ നമ്മൾ ഇത് ആക്സിലേറ്റർ ചവിട്ടി പിടിക്കുന്നുണ്ട്. ഓക്കെ, ഫൈനലി കയറി ഗൈസ്. ഓക്കെ, ഇതാ വീണ്ടും വണ്ടി ബാക്കോട്ട് പോയി. ഓക്കെ, ഇതാ ഫൈനലി നമ്മൾ കയറിയിട്ടുണ്ട്. നമ്മൾ മാപ്പിൽ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ഇതായിട്ടേ കാണുള്ളൂ, പക്ഷേ ഓടിച്ച് കയറുമ്പോഴാണ് അതിൻ്റെ ടാസ്കും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. നമ്മുടെ മച്ചാൻ കയറുന്നുണ്ടോ നോക്കി നോക്കാം. മച്ചാൻ ഇതാ കയറി പോരുന്നുണ്ട്. ഓക്കെ, മച്ചാൻ സിമ്പിളായിട്ട് കയറിപ്പോന്നു. നമ്മൾ 3 വണ്ടിയായിട്ടാണ് വന്നിക്കണത്. ടോട്ടൽ 5 വണ്ടി ഉണ്ടായിരുന്നു, അതിലത്തെ 2 വണ്ടി പോയി. ഓക്കെ, നമ്മളെന്താ മെല്ലെ മെല്ലെ ഇങ്ങനെ മേലിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിറവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സൈഡിലോട്ടൊന്ന് ചെറുതായിട്ട് ആക്സിലേറ്റർ കൂട്ടി കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തെറിക്കും. അങ്ങനത്തെ ഒരു ഇതിലാണ്. പെജേറോ ആണെങ്കിൽ കുറച്ചും കൂടിയും എളുപ്പമായി. വേറെ ഏതെങ്കിലും വണ്ടിയൊക്കെ ആണെങ്കിൽ അടി വരികയും ലിപ്പ് ഫ്രണ്ടിലൊക്കെ തട്ടും, അപ്പോൾ കയറാൻ കുറച്ച് പ്രയാസമായിരിക്കും. നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ കയറി നമ്മളിതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മച്ചാൻ ഇതാ പിന്നിൽ മെല്ലെ കയറി വരുന്നുണ്ട്. കുത്തനുള്ളൊരു റോക്കിലാണ് നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നത്. ആക്സിലേറ്റർ കറക്റ്റ് ചവിട്ടണം. കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം. കൂടി കഴിഞ്ഞ വണ്ടി തെറിക്കും കയ്യിൽ നിന്ന്. നമ്മളിത് ഫൈനലി അങ്ങനെ നമ്മൾ ഓടിച്ചത് ടോപ്പിലെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമായിരിക്കും, ബട്ട് സ്റ്റിൽ അതൊരു ഓഫ് റോഡിങ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയുള്ളൂ. അത് ഭയങ്കരമായിട്ടുള്ളൊരു ടാസ്ക്കാണ് ഇതിൻ്റെ മുകളിലോട്ട് കയറുന്നത്. ഇത് നമ്മുടെ മച്ചാനിൻ്റെ ബാക്കിൽ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഓക്കെ, ഇതാ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മച്ചാൻ എത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ ഒരാളും കൂടി വരാനുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, മറ്റേ മച്ചാൻ കൂടി വരാനുണ്ട്. അല്ല, വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഞങ്ങളുടെ ബാക്കിലില്ല. അങ്ങനെ 2 വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇനി മൂന്നാമത്തെ ഒരെണ്ണം കൂടി വരാനുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും താഴെ പോയി നോക്കാം. മച്ചാൻ കയറി വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, മച്ചാൻ കയറി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും മച്ചാൻ്റെ കാറിൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ ഓക്കെ, ഇതാ മച്ചാൻ മെല്ലെ മെല്ലെ കയറ്റുന്നുണ്ട്. മച്ചാൻ്റെ പ്രശ്നം എന്താ വെച്ചെങ്കിൽ മച്ചാൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ലിപ്പ് ആൾ ചെയ്തിരിക്കുന്നത് വേറെ ടൈപ്പില്ല. പിന്നെ കസ്റ്റം വണ്ടിയായിട്ടാണ് ആൾ കൊടുന്നിരിക്കുന്നത്. ഹൈറ്റും അധികം അങ്ങനെ കൂട്ടിയിട്ടില്ല, ടയറും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ മൂപ്പരാളുടെ എൻജിൻ പോയിട്ടുണ്ട്.
എഞ്ചിൻ പിസ്റ്റ് അടിക്കുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, ടിങ് ടിങ് അങ്ങനത്തെ ഒരു സൗണ്ട് നമുക്കിവിടെ കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ വോയിസ് ഓഫ് ആയതുകൊണ്ട്. അതിൻ്റെ എഞ്ചിൻ ഓൾറെഡി പോയിട്ടുണ്ട്. സോ മച്ചാൻ കുറേ നോക്കി പറ്റുന്നില്ല. അപ്പം ഇനി ഞാൻ കയറിയിട്ട് എടുത്ത് നോക്കാമെന്നുള്ളൊരു ഇതിൽ ഞാനങ്ങനെ കയറി. സോ നമുക്ക് എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഒരു 2 വണ്ടി കയറിയിട്ട് ഒരെണ്ണോട് കയറിയില്ലെങ്കിൽ അത് മോശമല്ലേ. സോ ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇതിൻ്റെ ഓക്കെ കയറുന്നില്ല. ഓൾറെഡി എൻജിൻ കംപ്ലൈൻ്റ് ആയതുകൊണ്ടേ മെല്ലെ മെല്ലെ കയറുന്നുള്ളൂ. ആക്സിലേറ്റർ ഫുള്ള് കൊടുത്താലും ആ ഒരു റഷും കാര്യങ്ങളും വരുന്നില്ല ഡ്രൈവിലോട്ട്. സോ നമുക്ക് ട്രൈ ചെയ്ത് ഇങ്ങനെ നോക്കണം. അറിയത്തില്ല കയറോ ഇല്ലയെന്നുള്ള കാര്യം. സോ ഞാനെൻ്റെ ട്രൈ ചെയ്യാം, മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ 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 ഗൈസ്, ഫൈനലി കയറിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ കയറി കയറി കയറി. ഓക്കെ ഓക്കെ കയറിയിട്ടുണ്ട്. കണ്ടോ, ആക്സിലേറ്റർ എത്ര കൊടുത്തിട്ടും ടയർ റേസ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. മുകളിലോട്ട് കയറാനുള്ള ഒരു ഇതേ കിട്ടുന്നില്ല. ഓക്കെ നമ്മളിതാ ഫൈനലി ഇതാ കയറി. ഇതാ ഡ്രൈവർ ഫ്രണ്ടിൽ ഓടി പോകുന്നുണ്ട്. ഓക്കെ ഫൈനലി നമ്മുടെ 3 പെജേറോ അങ്ങനെ ഹിൽ ടോപ്പിലെത്തിക്കുകയാണ്. ഓക്കെ നമുക്ക് എന്തായാലും ഇറങ്ങാം. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ കാണിച്ചു തരാം. ഹെലിക്യാമിൽ ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ആയിട്ട് എടുത്ത് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ വെയിറ്റ് ആക്കി, ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ടോപ്പിൽ 3 വണ്ടികൾ നിർത്തിയിട്ടുള്ളൊരു ഹില്ല്. സോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു താഴെ നിന്നുള്ളൊരു വ്യൂ. സോ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങാം. അപ്പോൾ നമുക്ക് ഏറ്റവും ബാക്കിൽ പോവാം. നമ്മുടെ മുന്നത്തെ മറ്റേ ബ്ലാക്ക് വണ്ടി ഓൾറെഡി റിവേഴ്സ് എടുത്ത് പോയി, കാരണം ഫ്രണ്ടിൽ പോകാൻ പറ്റില്ല, ഫ്രണ്ട് തട്ടുന്നുള്ള കാരണം. സോ നമുക്ക് എന്തായാലും മെല്ലെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. കയറുന്ന പോലെയല്ല, ഇറങ്ങുന്ന കുറച്ച് റിസ്ക്കാണ്. കുത്തനുള്ള ഇറക്കമായതുകൊണ്ട് ആ കുഴിയിലോട്ട് പോയി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ റിസ്ക് ആവും. അതുപോലെ തന്നെ സ്ലിപ്പ് ആവുന്നുണ്ട്. പോണു പച്ചപ്പോൾ വീണ് നൈസിൽ കഴിച്ചലായി, കുഴപ്പമില്ല. ഓക്കെ പിന്നെ എന്തായാലും നമ്മുടെ ഇവിടെ ഉണ്ട്. നമ്മൾക്കിങ്ങനെ മെല്ലെ ഓക്കെ ഓക്കെ മെല്ലെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. കുറച്ച് റിസ്ക്കാണ് ഇറക്കണത് ഗൈസ്. നിങ്ങൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്ക്. മച്ചാൻ്റെ ഇൻസ്റ്റയും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം. സോ മരത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഇത് നമുക്ക് മെല്ലെ മരത്തിൻ്റെ അവിടെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഇറക്കണം, അല്ലെങ്കിൽ സ്ലിപ്പ് ആവുമെന്ന്. ഓക്കെ നമ്മളിത് ഇറക്കിയിട്ടുണ്ട്. ഫൈനലി നമ്മളിത് ആ മരത്തുമെന്ന് മെല്ലെ ഇറക്കി. ഓക്കെ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ടാസ്ക്. സോ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. ഈ മാപ്പിൻ്റെ തന്നെ സ്പോയിഡി മച്ചാൻ്റെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇറ്റ്സ് മീ റോങ്ങർ. സ്റ്റേ ട്യൂൺഡ് ഇൻ അനദർ വീഡിയോ. സീ യു അഗെയിൻ ഗൈസ്. ബൈ ബൈ.